എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഇതൊരു 1.5 മണിക്കൂർ സെഷനാണ്. അതിൽ 1 മണിക്കൂർ ക്ലാസ്സും ബാക്കി ഒരു അരമണിക്കൂർ നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഈ സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 1 മണിക്കൂർ ആണ് നമ്മൾ ഇതിന്റെ ഒരു സെഷൻസ് അല്ലെങ്കിൽ അതിന്റെ ലെക്ചർ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഇതിന്റെ ഡൗട്ട് സെഷൻ, ഈ പ്രതിപാദിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. ഞാൻ 1-2 പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഞാൻ ഷെയർ ചെയ്യാണ്. ഞാൻ ഈ ഷെയർ ചെയ്ത പവർ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മെസ്സേജ് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. കാണുന്നുണ്ട്? ആരെങ്കിലും ഒരു മെസ്സേജ് തരിക. ഞാൻ ഈ ഷെയർ ചെയ്ത ഈ ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ, ഫൈൻ, താങ്ക് യു. നമുക്ക് സെഷനിലേക്ക് പോവാം. ഓക്കെ, സ്ട്രെസ് മാനേജ്മെന്റ്. എന്താണ് സ്ട്രെസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് സ്ട്രെസ് എന്നാണ്. ഇപ്പോ ഇതിനിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള സംഘർഷം. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു മാനസികമായിട്ട് സംഘർഷത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെ പ്രതിപാദിക്കാറുള്ളത്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്നതും, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്ട്രെസ്. നമ്മൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പലർക്കും എന്നെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എൻ്റെ പേര് സാജൻ കൃഷ്ണൻകുട്ടി. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നാണ്. പിന്നീട് പല കോർപ്പറേറ്റ് കമ്പനികളിലും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അത് കഴിഞ്ഞ് പിന്നീടാണ് സൈക്കോളജിക്കൽ ട്രെയിനിങ് ഫീൽഡിലേക്ക് നമ്മൾ വന്നു തുടങ്ങിയത്. കരിയർ അനലിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്, കരിയർ കൗൺസിലറാണ്, ന്യൂറോ സൈക്കോളജിക്കൽ ട്രെയിനറാണ്. അങ്ങനെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. നേരത്തെ നമ്മൾ ചോദിച്ച പോലെ തന്നെ വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ചില ത്രെട്ടുകൾ, ചിലപ്പോൾ ചില പേടിപ്പെടുത്തുന്ന സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കാം. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തെ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ചില ചേഞ്ചസ് വരുത്താറുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സ്ട്രെസ് വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ബ്രീത്ത് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് കൂടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേടി തോന്നാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ചിലരുടെ സ്ട്രെസ്സായി ചിലർക്ക് പേടിയുള്ള സാധനമായിരിക്കും, ചിലർക്ക് പേടിയുള്ള സാധനം ചിലർക്ക് പേടിയില്ലാത്ത സാധനമായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തെ കിടുകിട വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു സാധനത്തിന് പേടിയായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു. ഹിറ്റ്ലർക്ക് പൂച്ചയെ പേടിയായിരുന്നു, പക്ഷെ നമുക്ക് പൂച്ചയെ പേടിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഈ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്ന സാധനം വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ ചിലർക്ക് പാറ്റയെ പേടിയാണ്, ചിലർക്ക് പാമ്പിനെ പേടിയാണ്, ചിലർക്ക് പാമ്പിനെ പേടിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ സ്ട്രെസ്സാസ് അവരുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ എഫക്ട് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നല്ലതാണോ ചീത്തയാണോ? നിങ്ങൾക്ക് ആൻസർ തരാം ചാറ്റിലൂടെ. യെസ് അല്ലെങ്കിൽ നോ എന്ന് വേണമെങ്കിൽ ആൻസർ തരാം. വൈ അല്ലെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. സ്ട്രെസ് നല്ലതാണോ? നല്ലതെന്ന് പറഞ്ഞവർക്ക് യെസ് എന്ന് പറയാം, ചീത്തയാണെന്ന് പറഞ്ഞവർക്ക് ചീത്ത എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ചീത്ത എന്ന് പറഞ്ഞാൽ വൈ ഓർ നോ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഈ ക്ലാസ്സുകൾക്കുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓക്കെ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ചീത്തയാണോ നല്ലതാണോ എന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അദ്ദേഹം ചീത്തയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതല്ല തിരിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ മാറ്റി പറയാം, സ്ട്രെസ് നല്ലതാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നു സ്ട്രെസ് നല്ലതല്ല എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞിരിക്കുന്നു നോ. എങ്ങനെയാണെങ്കിലും
പലരും പല അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. സ്ട്രെസ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിന് ചിലർ പറഞ്ഞിരിക്കുന്നു സ്ട്രെസ് നല്ലതാണെന്ന് പറഞ്ഞിരിക്കുന്നു, ചിലർ പറഞ്ഞിരിക്കുന്നു സ്ട്രെസ് ചീത്തയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണെങ്കിലും നമുക്കൊരു ആൻസറിൽ എത്തേണ്ടതുണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ശരിക്കും സ്ട്രെസ് എന്ന് പറയുന്നത് നല്ലതുമാണ്, ചീത്തയാണ്. ഞാൻ എൻ്റെ സ്ലൈഡ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ചെയ്തിട്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. നല്ലത് എന്ന് പറഞ്ഞാൽ അതിനെ യൂസ്ട്രെസ് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഒരു പരിധി വരെ, ഉദാഹരണത്തിന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്ട്രെസ് ഇല്ലെങ്കിൽ അവൻ ആ പരീക്ഷ പാസ്സാകാനായിട്ട് അവന് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പരീക്ഷ വേണ്ട രീതിയിൽ അവന് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. ചിലരെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ചിലരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ചിലർക്ക് ഒരു താല്പര്യം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഒന്നിനും താല്പര്യമില്ലാത്ത കുറെ ആൾക്കാർ ഇങ്ങനെ തെക്കോടൊക്കെ നടക്കുന്ന കാണാം. അപ്പൊ അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല, പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ഒന്നിനും താല്പര്യമില്ലാത്ത ആൾക്കാർ. അവർക്ക് സ്ട്രെസ് എന്നോ അങ്ങനെ ഒരു ചിന്തയില്ലാത്തവരാണ്, ഈ ലോകമായിട്ട് മാറി നിൽക്കുന്നവർ. അപ്പോ സ്ട്രെസ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് വേണ്ടതാണ് സ്ട്രെസ്. സ്ട്രെസ് അധികമാകുമ്പോഴാണ് അത് ഡിസ്ട്രെസ് ആയി മാറുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെയാണ് ചീത്ത സ്ട്രെസ് എന്ന് പറയുന്നത്, ഡിസ്ട്രെസ്. ഒരു പരിധി കഴിഞ്ഞ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സ്ട്രെസ് ബാധിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ട്രെസ് ആയി മാറുന്നു. ആ സ്ട്രെസ്സാണ് കുഴപ്പക്കാരൻ. സാധാരണ രീതിയിൽ നമുക്ക് തോന്നുന്ന കാര്യം, പൈസ ഇല്ല, പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇത് കല്യാണത്തിന് വണ്ടിയൊന്നും ഓടിക്കാൻ വയ്യ, ബുദ്ധിമുട്ടാണ്, അപ്പോൾ മനസ്സിലൊരു സ്ട്രെസ് വരുവാണ്. പക്ഷെ നമ്മൾ ആ സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രവൃത്തി നമ്മൾ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ ഒരു താല്പര്യം ഇല്ലാത്തവരെ പോലെ നമ്മൾ മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോ സ്ട്രെസ് നല്ലതുമാണ്, ചീത്തയുമാണ്. നമുക്ക് നോക്കാം, ഫ്രണ്ടിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ യൂസ്ട്രെസ്. A form of stress having a beneficial effect on health. നമ്മുടെ ഹെൽത്തിന് ബെനഫിഷ്യൽ ഉണ്ടാക്കുന്ന സ്ട്രെസ്, അതാണ് യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ, കാരണം സ്ട്രെസ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മോട്ടിവേഷൻ ഉണ്ടാവില്ല, നമ്മുടെ പെർഫോമൻസ് കറക്റ്റ് ആയിരിക്കില്ല, നമ്മുടെ നല്ല രീതിയിലുള്ള ജീവിതത്തെ അത് ബാധിക്കും. അപ്പോൾ യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സ്ട്രെസ്. നമ്മുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ പാസ്സാകണം, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലാണ് പരീക്ഷ പാസ്സാകണം, നമ്മുടെ സാധാരണ ഒരു യൂത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകണം, ജോലി കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ. ഈ സ്ട്രെസ്സുകൾ നല്ലതാണ്. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സ്ട്രെസ് നമ്മുടെ കൺട്രോളിൽ മേളിലേക്ക് വരുമ്പോഴാണ് ഈ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സ്ട്രെസ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചില അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന ചില സ്റ്റിമുലസ് അല്ലെങ്കിൽ ചില ട്രിഗേഴ്സ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്യുന്ന ചില കാര്യം, ഇതിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടാവുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് സെൻസറി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണമെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് 5 ഓർഗൻസ് ഉണ്ട്, പഞ്ചിന്ദ്രിയങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, കേൾക്കുന്നു, രുചി അറിയുന്നു, ഗന്ധം അറിയുന്നു, തൊട്ടറിയുന്നു, എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻസ് എല്ലാം വരുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണിലൂടെ നമ്മൾ കാണുന്നു, ചെവിയിലൂടെ കേൾക്കുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു കാര്യം വരുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മള് പെട്ടെന്നൊരു സംഭവം നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്നു, പെട്ടെന്നൊരു ഡിസാസ്റ്റർ, എന്തെങ്കിലും ഒരു സാധനം ബ്ലാസ്റ്റ് ആവുന്നു, ഇപ്പൊ തീയൊക്കെ വരുന്നു, സ്വാഭാവികമായിട്ട് നമ്മൾ ടെൻസ്ഡ് ആവും,
നമ്മുടെ സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അത് കണ്ണിലൂടെ അനുഭവപ്പെടുന്ന ഒരു സ്ട്രെസ് നമുക്ക് ഒരു സ്റ്റിമുലസ് ആണ്. നമ്മുടെ കണ്ണിലൂടെ വരുന്ന ഒരു ട്രിഗറാണ്. വലിയൊരു സൗണ്ട് കേൾക്കുന്നു പുറത്ത്, പൊട്ടിത്തെറിക്കുന്ന ഒരു സൗണ്ട്. ആ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് നമ്മുടെ ചെവിയിലൂടെയാണ് കയറി വരുന്നത്. അപ്പൊ ആ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട ചെവിയിലൂടെയാണ് വരുന്നത്. ഇങ്ങനെ ഓരോ, ഇപ്പൊ വായിൽ എന്തെങ്കിലും സാധനം വീഴുന്നാലും നമ്മുടെ രുചി അറിയുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് നമുക്ക് വരുന്നു, അല്ലെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ്. ആ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നമ്മുടെ രുചിയിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകാം. ഗന്ധത്തിലൂടെ ഉണ്ടാകാം. ഉദാഹരണത്തിന് പറഞ്ഞാല് ചില ഗന്ധം നമുക്ക് ഇഷ്ടപ്പെടില്ല, അത് നമ്മളെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ തൊട്ടറിയുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കുണ്ടായി കഴിഞ്ഞാൽ അതുമൊക്കെ സ്റ്റിമുലസ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരത്തിൽ, അത് സ്ട്രെസ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണോ? അതിന്റെ ആൻസർ ഒന്ന് തരാൻ പറ്റുമോ? നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണോ? എത്ര പേര് പറയും നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുന്നത്? ഓക്കെ, ഞാൻ തന്നെ പറയാം. നമ്മൾ പലപ്പോഴും, ഇപ്പൊ നിങ്ങളൊരു എക്സസൈസ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുകയാണ്. നിങ്ങളുടെ റൂമിലുള്ള ചുമന്ന കളറുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. ചുമന്ന കളറുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. കണ്ണോടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മുറിയിൽ എത്ര കറുത്ത വസ്തുക്കളുണ്ട്? നോക്കരുത്. ഇപ്പൊ നോക്കും, എത്ര കറുത്ത ഉണ്ടെന്ന് നോക്കും. നിങ്ങൾ ചുമന്ന വസ്തുക്കൾ തിരക്കി നടന്നപ്പോൾ കറുത്ത വസ്തുക്കൾ ചിലപ്പോൾ നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ മൊത്തം ചുമന്ന വസ്തുക്കളിലാണ്. ഞാൻ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. നമ്മളെ കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് നമ്മുടെ കണ്ണ്. ശരിക്കും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഗന്ധമറിയുന്നതും നമ്മൾ തൊട്ടറിയുന്നതും നമ്മളുടെ രുചി അറിയുന്നതെല്ലാം നമ്മുടെ ബ്രെയിനിലുള്ള സിസ്റ്റത്തിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനാണ് ഇതെല്ലാം നമ്മുടെ പ്രോസസ്സ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഡിസ്ട്രസ് അല്ല എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ സംഭവിച്ചു, അതൊരു സ്ട്രെയിനായിട്ട് മാറി അല്ല ഒരു സ്ട്രെസ്സായിട്ട് മാറുന്നത് നമ്മുടെ ബ്രെയിനിൽ വെച്ചിട്ടാണ്. നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളല്ല, അത് ബ്രെയിനിൽ പോയിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അതൊരു സ്ട്രെസ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്ര പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, ഇതിപ്പോ ഇംഗ്ലീഷിലേക്ക് ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത്, ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്, കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ തൊട്ടറിയുന്നത്, ഫീൽ ചെയ്തറിയുന്ന കാര്യങ്ങൾ, ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ സ്മെല്ലായി മണത്തറിയുന്നത്, ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് അറിയുന്ന കാര്യങ്ങൾ. ഇത് കൂടാതെ 3 ഹിഡൻ സെൻസസ് കൂടിയുണ്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ അകത്ത്, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മൾ പഠിച്ചതെങ്കിലും നമുക്കൊരു 3 ഹിഡൻ സെൻസസ് കൂടി ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ബോഡിയുടെ അകത്തുള്ള നമ്മളെ നേരെ നിർത്തുന്നതും നമ്മുടെ മറ്റ് ചില ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ചില സെൻസസ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പറയാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രെസ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ തൊട്ടറിയുന്നതോ രുചിച്ചറിയുന്നതോ മണത്തറിയുന്നതുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ത്രെട്ട് അല്ലെങ്കിൽ ട്രിഗർ, നമ്മളൊരു ന്യൂസ് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു ഗന്ധം നമ്മളുടെ മൂക്കിലൂടെ അടിച്ചു കയറുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രുചി നമ്മുടെ ഇതിലേക്ക് വരും, നമ്മൾ സ്ട്രെസ്, നോർമലി നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകും.
ഈ ഡിസ്കംഫർട്ട് നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺ നെറ്റ്വർക്കിലെത്തും. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾക്ക് കിട്ടുന്ന ട്രിഗർ അതെന്തുമാകട്ടെ, ഈ ട്രിഗർ നമ്മളുടെ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ ഏത് ടൈപ്പിലുള്ള സ്ട്രെസ്, ഏത് ടൈപ്പിലുള്ള ട്രിഗർ ആണോ നമ്മളെ ബാധിക്കുന്നത്, അത് നമ്മളുടെ ന്യൂറോൺ നെറ്റ്വർക്കിൽ എത്തുകയും ഈ ന്യൂറോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 100 മില്യൺ, എക്സാക്ട് കണക്ക് പറഞ്ഞാൽ 86 ബില്യൺ ന്യൂറോൺസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ബ്രെയിനിൽ. ഈ 86 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. മില്യൺ അല്ല, ബില്യൺ. 100 കോടിയോളം വരും. അപ്പോ എത്ര കോടിയായിരിക്കും ഈ ന്യൂറോൺസ് ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ന്യൂറോണിന്റെ അകത്താണ് നമ്മളുടെ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ന്യൂറോൺ നെറ്റ്വർക്കാണ് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന ഈ ട്രിഗേഴ്സ് എല്ലാം ആദ്യം പ്രോസസ് ചെയ്യുന്നത്. ഈ പ്രോസസ് ചെയ്യുന്ന ഇൻഫർമേഷൻ അതൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അതൊരു ട്രിഗർ സാധാരണ ഇൻഫർമേഷൻ ആണെങ്കിലും ആദ്യം വരുന്ന ന്യൂറോൺസിലേക്കാണ്. ഇതൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ട്രിഗർ ആണെങ്കിൽ അത് നേരെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന സാധനം. നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലൊരു സാധനം. ഈ സാധനം ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ, അല്ലെങ്കിൽ നമ്മളുടെ ഉറക്കം എപ്പോൾ വേണം, ഫുഡ് എങ്ങനെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സകല കൺട്രോളും ചെയ്യുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ്. ഈ ഹൈപ്പോതലാമസിന് ന്യൂറോൺ നെറ്റ്വർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, ഒരു സംഭവം നടന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ ന്യൂറോൺ നെറ്റ്വർക്ക് ഹൈപ്പോതലാമസിനോട് പറയുന്നു. ഹൈപ്പോതലാമസ് അതിന്റെ തൊട്ടടുത്തൊരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവനോട് ഇൻസ്ട്രക്ട് ചെയ്യും, അവനോട് ഇൻഫോം ചെയ്യും. ഇതിങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, ഇതിന്റെ പ്രിക്കേഷണറി മെഷറായിട്ട് നമ്മുടെ ശരീരം അതുമായിട്ട് യോജിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ട ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെസ് വന്നിട്ടുണ്ട്. ആ സ്ട്രെസ് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില കെമിക്കൽസുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഇതിനെ നേരെയാക്കണം. നമുക്ക് പെട്ടെന്ന് ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആങ്സൈറ്റി വന്ന്, പേടി വന്ന്, നമ്മൾ ചിലപ്പോൾ ഷിവർ ചെയ്യും, നമുക്ക് ആകെ ടെൻസ്ഡ് ആവും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ പലപ്പോഴും ഇത് ചെറിയ സ്ട്രെസ്സുകൾക്ക് ഉണ്ടാകാറില്ല, വലിയ വലിയ സ്ട്രെസ്സുകളൊന്നും നമ്മൾ അങ്ങനെ ആകാറുണ്ട്. അത് കുറേ നേരം നിന്ന് പോകാറുണ്ട്, ഇത് പ്രൊലോങ് ചെയ്യാറുണ്ട്, കുറേ നേരത്തേക്ക് വരാറുണ്ട്. ചിലപ്പോൾ ചെറിയ സ്ട്രെസ് വന്നിട്ട് അപ്പം തന്നെ മാറാറുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇത് വന്ന് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഇത് ഹൈപ്പോതലാമസ് ഇൻഫോം ചെയ്യും. ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയും, ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് ഇതിന് വേണ്ട ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയും. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഡ്രിനൽ ഗ്ലാൻഡിനോട് പറയും. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ തൊട്ട് മോളിരിക്കുന്ന ഗ്ലാൻഡാണ്. എടാ ഇമ്മീഡിയറ്റ്ലി ഇൻസ്ട്രക്ട് ചെയ്യും, മറ്റവന്മാരെല്ലാം ഇൻഫോം ചെയ്യുക ചെയ്യുന്നത്. ന്യൂറോൺ നെറ്റ്വർക്ക് ഹൈപ്പോതലാമസിനെ ഇൻഫോം ചെയ്യും, ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഇൻഫോം ചെയ്യും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് അഡ്രിനൽ ഗ്ലാൻഡിനോട് പറയും, പോയി സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാക്കണമെന്ന് പറയും. ഈ സ്ട്രെസ് ഹോർമോൺസിനെയാണ് നമ്മൾ പറയുന്നത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും പറഞ്ഞിട്ടുള്ള 2 സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഇത് ഓവർകം ചെയ്യാനായിട്ട്. നമുക്കൊരു ത്രെട്ട് വന്നിട്ടുണ്ട്, നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്, നമ്മുടെ ശരീരത്തെ ആ പേടിപ്പെടുത്താതെ ഇത് കൺട്രോൾ ചെയ്ത് ഇതൊരു ന്യൂട്രലൈസ് ചെയ്ത് നമ്മുടെ ശരീരം സാധാരണ രീതിയിലാക്കണം എന്നുള്ളൊരു പ്രോസസ്സാണ്. ഇത് വെറും മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന കാര്യമില്ല, പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. നമ്മളൊരു പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു, ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞിട്ട് വിത്തിൻ മൈക്രോ സെക്കൻഡ്സ്, ഒരു സെക്കൻഡിന്റെ 100-ലൊരു അംശം, 1000-ലൊരു അംശത്തിൽ വെച്ചിട്ടായിരിക്കും ഇവൻ ഇതെല്ലാം സംഭവിച്ചിട്ട് അതിന് വേണ്ട നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഒക്കെ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ സാധാരണ ഒരു നോർമൽ പൊസിഷനിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ.
പക്ഷെ ഇത് പ്രൊലോങ് ചെയ്യാണ് കുറെ നേരത്തേക്ക്. ഒരു സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് സ്ട്രെസ് ഉണ്ടായി, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ്സേഴ്സ് വന്നു, ട്രിഗർ വന്നെങ്കിൽ 1 മിനിറ്റ് നേരത്തേക്ക്, ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ഈ നോൺ അഡ്രിനാലിനും അഡ്രിനാലിനും ഒക്കെ ഉത്പാദിപ്പിച്ച് കൺട്രോൾ ചെയ്യും. അത് നിന്നില്ലെങ്കിലോ കോർട്ടിസോൾ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും കോർട്ടിസോളും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും നമ്മുടെ ശരീരത്തിൽ. ഇത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒരു ട്രിഗറിൽ നിന്ന് നമ്മുടെ ന്യൂറോൺ നെറ്റ്വർക്കിൽ ഇൻഫർമേഷൻ വരുന്നു. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയുന്നു ഓടിപ്പോയിട്ട് സ്ട്രെസ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കണം. അഡ്രീനൽ ഗ്ലാൻഡിനോട് പറയുന്നു നീ ഉടനെ തന്നെ സ്ട്രെസ് ഹോർമോൺസ് ഉടനെ ഉണ്ടാക്കണമെന്ന് പറയുന്നു. ആ ഉണ്ടായ സ്ട്രെസ് ഹോർമോൺസ് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് നോക്കാം. അത് എന്തൊക്കെ എഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് അത് നമ്മളെ ബാധിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചിലതൊരു വ്യക്തമാവുന്ന രീതിയിൽ ഈ ന്യൂറോൺ നെറ്റ്വർക്ക് നിന്ന്, ഇതാണ് ന്യൂറോൺ നെറ്റ്വർക്ക്, ഈ കട്സർ വെച്ചിരിക്കുന്ന ഭാഗമാണ് ന്യൂറോൺ നെറ്റ്വർക്ക്. ന്യൂറോൺ നെറ്റ്വർക്കിൽ നിന്ന് ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഈ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഈ കാണുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നു. അഡ്രിനൽ ഗ്ലാൻഡിനോട് പറയുന്നു ഓടിപ്പോയിട്ട് നോർ അഡ്രിനാലിനോ അഡ്രിനാലിനോ ഉണ്ടാക്കാൻ പറയുന്നു. ഇതൊന്നുകൂടി വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു ഡയഗ്രമാണ്. ഒന്നുകൂടി വ്യക്തമാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോതലാമസിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് അഡ്രിനൽ ഗ്ലാൻഡിനോട് പറയുന്നു നീ ഇതൊക്കെ ഉണ്ടാക്കാൻ പറയുമ്പോൾ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും കോർട്ടിസോളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറയുന്നു. ഈ കോർട്ടിസോളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, ഇതിന് HPA എഫക്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ HPA എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ അഡ്രിനാലിൻ ആക്സിസ് എന്നാണ് പറഞ്ഞത്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനാലിൻ ആക്സിസ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ സാധനം, ഈ ഒരു പ്രോസസ്സ് നമ്മുടെ മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ത്രെട്ട്, നമുക്ക് ത്രെട്ടിലേക്ക് വരും. ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ത്രെട്ട്, ഇപ്പൊ ഒരു പാമ്പ് വന്നു, സ്വാഭാവികമായിട്ട് നമുക്ക് ത്രെട്ട് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾക്ക് കുടുംബ പ്രശ്നങ്ങളിലാണ് ചിലപ്പോൾ ഭാര്യയും ഭർത്താവും നമ്മൾ ഉടക്കം ഉണ്ടാക്കുന്ന, ഒരാൾ അഗ്രസീവ് ആവുന്നു, മറ്റൊരാൾക്ക് ത്രെട്ടായി മാറുന്നു, അതൊരു സ്ട്രെസ് സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കാം. ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പരീക്ഷ പേടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് സ്ട്രെസ് ഉണ്ടായി. ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പൊ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും ആകാം, ഏത് രീതിയിലുള്ള സ്ട്രെസ്സും ആകാം. പൈസ ഇല്ലെന്നുള്ള സ്ട്രെസ് ആകാം. അത് ഒരു പരിധി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യൂസ്ട്രെസ്സിൽ നിന്ന് മാറി ഡിസ്ട്രെസ്സിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഈ സ്ട്രെസ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2 സിറ്റുവേഷൻ ആണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ്സുമായിട്ട് ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ അവിടെ ഫോം ചെയ്യും. ഉദാഹരണത്തിന് പറഞ്ഞാൽ പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ പട്ടിയോട് നമുക്ക് ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ചെയ്യാം, ഓടിപ്പോവാം. രണ്ടിലേതെങ്കിലും സംഭവിക്കും. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കല്ല ചെയ്യാനുള്ളത്, പട്ടിക്കാ ചെയ്യാനുള്ളത്. പട്ടിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും, ചിലപ്പോൾ കടിച്ചെന്നിരിക്കും. മര്യാദക്കാരനുള്ള പട്ടിയാണെങ്കിൽ ചിലപ്പോൾ വിട്ടേക്കാന്ന് പറഞ്ഞ് പോയെന്നിരിക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ലൈഫിലുണ്ടാവും. അപ്പൊ ഏത് സ്ട്രെസ് വന്നാലും നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് 2 സിറ്റുവേഷൻ, ഒന്ന് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് സിറ്റുവേഷൻ. ഒന്നല്ലേ ഓടിപ്പോവുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുക. ഈ 2 സിറ്റുവേഷനിലും നമ്മൾക്ക് വേണ്ട ഒരു സാധനമുണ്ട്. നമ്മുടെ ശരീരത്തിന് എനർജി വേണം, ഊർജം വേണം. ഓടിപ്പോകാനും ഊർജം വേണം, ഫൈറ്റ് ചെയ്യാനും ഊർജം വേണം. അപ്പൊ ഞാൻ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാമ്പിന്റെയും പട്ടിയുടെയൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നമ്മളുടെ പേഴ്സണലായിട്ട് സംഭവിക്കുന്ന, വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ, അതിനും നമ്മൾക്ക് ഊർജം വേണം. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ഒരു എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടി സ്ട്രെസ്ഡ് ആണ്. ആ കുട്ടിയുടെ ഉള്ളിലേക്ക് വന്ന ഒരു ട്രിഗർ എന്ന് പറയുന്നത് പരീക്ഷ പാസ്സായില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളാകും, അഡ്മിഷൻ കിട്ടൂല. ഇതിവന്റെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ അവന്റെ ത്രെട്ടെന്ന് പറഞ്ഞാൽ, അവന്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ പരീക്ഷ പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയാണ്.
അപ്പൊ ഒന്നല്ലെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്യാം, പരീക്ഷയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവൻ വേണ്ട പരീക്ഷ ഒന്നും വേണ്ട, ഒളിച്ചോടി പോകാം, വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയ്ക്ക് പാരന്റ്സ് ആയിരിക്കും ഇവന് കൂടുതൽ പ്രഷർ കൊടുക്കുന്നത്. നീ പാസ്സായില്ലെങ്കിൽ നിന്നെ ശരിയാക്കും, നിന്നെ അത് ചെയ്ത് കളയും, നിന്നെ ഇത് ചെയ്ത് കളയും, നിനക്ക് നീ പഠിച്ചിട്ട് കാര്യമില്ല, കാശൊക്കെ അവിടെ കൊണ്ട് നശിപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പയ്യൻ എന്ത് സംഭവിക്കും? ഈ പയ്യൻ ഒന്നല്ലേ ഓടിപ്പോകും, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും. ഈ രണ്ട് കാര്യത്തിനും ഇവന് എനർജി വേണം. ഈ എനർജി നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം ഈ രണ്ട് സിറ്റുവേഷൻ ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒന്നല്ലേ ഫൈറ്റ് ചെയ്യണം, അല്ലെ ഫ്ലൈ ചെയ്യണം, ഫ്ലൈ ചെയ്ത് പോകണം. ഈ രണ്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ നമുക്ക് എനർജി വേണം. ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് മെറ്റബോളിസം കൂട്ടുക എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയ കൂട്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജം സൃഷ്ടിക്കുക. അല്ലെങ്കിലോ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പലയിടത്തും നമ്മുടെ ഫാറ്റ് ഉണ്ട് ശരീരത്തിൽ. ഈ ഫാറ്റ് കത്തിച്ച് അത് എനർജിയാക്കി മാറ്റുക. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫാറ്റ് ബേൺ ചെയ്ത് അത് എനർജിയായി മാറും. അതാണ് നമ്മൾ ഈ ഓടുമ്പോഴും ചാടുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഈ ഫ്ലഷ്, നമ്മൾ വെച്ചിരിക്കുന്ന ബോഡി ഫാറ്റ് ബേൺ ആയി പോകുന്നത്. അവിടെ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടെയും നമ്മുടെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മെറ്റബോളിസം കൂട്ടുക, അതല്ലെങ്കിൽ നമ്മളുടെ ഫാറ്റ് കൺവെർട്ട് ചെയ്ത് നമ്മുടെ എനർജിയാക്കി മാറ്റുക. ഈ മെറ്റബോളിസം കൂടിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂടും. നമ്മളുടെ എന്ത് പറ്റും? ഇവര് മൈക്രോ സെക്കൻഡുകളോ അല്ലെങ്കിൽ 1-2 സെക്കൻഡ് സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. ഒരുപാട് നേരം സംഭവിക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ബ്രീത്തിങ് റേറ്റ്, കാരണം പെട്ടെന്നൊരു പട്ടിയെ കണ്ടു, എന്ത് സംഭവിക്കും? നമ്മളുടെ ബ്രീത്തിങ് റേറ്റ് കൂടും, നമ്മൾ ശ്വാസം എടുക്കുന്നത് കൂടും. പെട്ടെന്ന് നമ്മളെ പട്ടി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചു കഴിയുമ്പോൾ ബ്രീത്തിങ് റേറ്റ് കൂടും. മെറ്റബോളിസം കൂട്ടണം, എന്ത് ചെയ്യും? ബ്രീത്തിങ് റേറ്റ് കൂടും, ഹേർട്ട് ബീറ്റ് കൂടും. നമ്മുടെ ശ്വാസം എടുക്കുന്നത് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. ഈ ഹൃദയമിടിപ്പ് കൂടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയമിടിപ്പ് കൂടുന്ന ബ്രീത്തിങ് റേറ്റ് കൂടിക്കഴിയുമ്പോഴാണ് ഈ ഹൃദയമിടിപ്പ് കൂടുന്നത്. സ്വെറ്റിംഗ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ട് രീതിയാണ് പറഞ്ഞാൽ, എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്. കാരണം പെട്ടെന്നൊരു സ്ട്രെസ്ഡ് സിറ്റുവേഷൻ വരെ നമ്മൾ ആകെ വേർക്കും. ഈ വേർപ്പ് വരുന്നത് നമ്മൾ ശരീരം ചൂടാവുമ്പോഴാണ്. ഈ ചൂടായ സ്വാഭാവികമായിട്ടും ചൂടാവും. മെറ്റബോളിസം ഉണ്ടായി കഴിയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ടാവും. എനർജി ഉണ്ടായി കഴിയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവിടെ ഉണ്ടാവും. നമ്മുടെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂറിൻ ആയിക്കോട്ടെ, മോഷൻ ആയിക്കോട്ടെ, മലമൂത്ര അല്ലെങ്കിൽ സ്വെറ്റ്, ഈ 3 സാധനങ്ങൾ നമ്മുടെ ബോഡി പുറത്തേക്ക് തള്ളും. അതാണ് നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് ഭയങ്കര പ്രഷറും ടെൻഷനും പേടിച്ച് മൂത്രം ഒഴിക്കാറില്ല. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഒരു പ്രക്രിയ അവിടെ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ച് നമ്മുടെ പെട്ടെന്ന് ഒരു സ്ട്രെസ് നമ്മുടെ മനസ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ യൂറിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകണമെന്ന് നമുക്ക് തോന്നും. നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് പോകും. ചില സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ, ത്രെട്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടായി, പക്ഷെ ആ ത്രെട്ട് പ്രൊലോങ് ചെയ്യുന്നില്ല, മുന്നിലേക്ക് ഒരുപാട് നേരം പോയില്ല. ഒരു പട്ടി കടിക്കാൻ വന്നു, പട്ടി അപ്പം തന്നെ തിരിച്ചു പോയി. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ പ്രക്രിയകളൊക്കെ സംഭവിച്ചു. ബ്രീത്തിങ് ഉണ്ടായി, ഹേർട്ട് ബീറ്റ് ഉണ്ടായി, സ്വെറ്റിംഗ് ഉണ്ടായി, മൂത്രം ഒഴിച്ചില്ല, മൂത്രം ചിലപ്പോൾ ഒഴിക്കാണ്ടിരിക്കുക, നമ്മുടെ ബോഡി ഷിവർ ചെയ്യാൻ തോന്നുന്നു. അതൊരു പ്രിക്കോഷണറി മെഷറാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടായ എനർജി അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുന്ന ഒരു പ്രക്രിയയാണ് ഷിവറിങ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾക്കൊരു ത്രെട്ട് ഉണ്ടായി. ഇതൊരു വലിയ ത്രെട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നു, നിങ്ങൾ ആരെങ്കിലും തല്ലാൻ വരില്ല, നമ്മൾ ആരെങ്കിലും തല്ലാൻ വരുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കൊല്ലാൻ വരുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള വലിയ ത്രെട്ടുകളാണ്. അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ
മറ്റെന്തെങ്കിലും ത്രെട്ടുകൾ, ഉദാഹരണത്തിന് പറഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞില്ല, പരീക്ഷയുടെ പ്രശ്നങ്ങളായി, ഫാമിലി പ്രോബ്ലംസ് ആയി, മറ്റെന്തെങ്കിലും നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ മനസ്സിൽ കിടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായി, ഇതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളുടെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ 2 ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഹോർമോൺസ് എന്തിനാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്രീത്തിങ് റേറ്റ്, ഹേർട്ട് ബീറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും ഇത് ഇൻക്രീസ് ചെയ്യാനും ശരിക്കും ഉത്പാദിപ്പിക്കപ്പെടുന്നത് മെറ്റബോളിസം കൂട്ടാനാണ്. ഈ മെറ്റബോളിസം കൂട്ടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ സാധനങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് ശരീരത്തിൽ. ബ്രീത്തിങ് റേറ്റ് കൂടും, ഹേർട്ട് ബീറ്റ് കൂടും, സ്വെറ്റിംഗ് ഉണ്ടാകാം, യൂറിനേറ്റ് ചെയ്യാം, ഷിവറിംഗ് ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ബ്രീത്തിങ് റേറ്റ്, ഹേർട്ട് ബീറ്റ് കൂടും, ചിലർക്ക് ശരീരം വല്ലതായിട്ട് വേർക്കും, ചിലർക്ക് യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നും, ചിലർക്ക് ചെയ്യണമെന്ന് തോന്നും. പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള ഈ 5-6 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഈ ത്രെട്ട് അല്ലെങ്കിൽ സ്ട്രെസ് കൂടുതൽ നേരത്തേക്ക് നമുക്ക് പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ മറ്റൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും. ഈ 3 സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, കോർട്ടിസോൾ അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിനൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? വേണ്ടാത്ത ലൈറ്റുകളെല്ലാം നമ്മൾ ഓഫ് ചെയ്യും. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തേക്കാം. ഇൻവെർട്ടറിലാണ് ഓടുന്നത്. ഇൻവെർട്ടറിൽ ഓടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ലൈറ്റ് ഓഫ് ചെയ്തേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഓഫ് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി സേവ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? നമ്മുടെ നേരത്തെ പറഞ്ഞ 2 സിറ്റുവേഷനിൽ, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിറ്റുവേഷനിൽ നമുക്ക് എനർജി വേണം. അപ്പൊ എനർജി വേണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി വന്നാലേ സേവ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഹൈപ്പോതലാമസും മറ്റുള്ള ആൾക്കാരെല്ലാം കൂടി എന്നായി, നമ്മുടെ പല സിസ്റ്റംസും നമ്മൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ സിസ്റ്റം, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നത്. ഇപ്പൊ നമുക്ക് അസുഖം വരാതിരിക്കാനായിട്ട് നമ്മുടെ 24 മണിക്കൂറും നമ്മളുടെ ശരീരത്തിൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയും. ഇമ്മ്യൂൺ സിസ്റ്റം ഇവനങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. കാരണം അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമുക്കൊരു ത്രെട്ട് വന്നു, ആ ത്രെട്ട് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ എന്ത് ചെയ്യും? ഇമ്മ്യൂണിറ്റി ഒക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ത്രെട്ട് ആദ്യം നോക്കാന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഗ്രോത്ത് ഹോർമോൺസ് ഇതെന്ന് പറഞ്ഞാൽ പ്രൊലോങ് ചെയ്യുമ്പോഴാണ്, ചിലപ്പോൾ ഒരു മാസങ്ങളോളൊക്കെ നമ്മൾ സ്ട്രെസ്ഡ് ആകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇമ്മ്യൂൺ സിസ്റ്റം, ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ നമ്മളെ ബാധിക്കുന്നത്. അപ്പൊ നമ്മളൊരു 6 മാസത്തേക്ക് നമ്മൾ സ്ട്രെസ്ഡ് ആയി കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ സാധാരണ പെട്ടെന്ന് ഒരു സ്ട്രെസ് വന്നു, ആ സ്ട്രെസ് അങ്ങ് പോയി. പട്ടി കടിക്കാൻ വന്ന് കടിച്ചില്ല, പോയി. നമ്മൾ നേരെ ഷിവർ ചെയ്ത് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് തീരും. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും പോകുമ്പോഴും നമുക്കൊരു ത്രെട്ട് അല്ലെങ്കിൽ നമുക്കൊരു സ്ഥിരമായിട്ട് ഒരു കുറേ നാളത്തേക്ക് ഒരു ത്രെട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുവാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് സാമ്പത്തിക സ്ഥിതി മോശമായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ത്രെട്ട് കയറി വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് പറ്റും? നമ്മൾക്ക് ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഓടിപ്പോകണം. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ട എനർജി നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മെറ്റബോളിസം കൂടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ ശരീരത്തിൽ തന്നെയുള്ള പല സിസ്റ്റംസും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. എനർജി അങ്ങോട്ട് പോകാതെ എനർജി നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഓടിപ്പോകാൻ, രക്ഷപ്പെടാനുള്ള കാര്യത്തിലേക്ക് നമ്മുടെ എനർജി കൺവേർട്ട് ചെയ്യപ്പെടും, മാറ്റും. ഡൈവേർട്ട് ചെയ്യപ്പെടും. അപ്പൊ എന്ത് ചെയ്യും? ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റത്തെ ഇവൻ സ്റ്റോപ്പ് ചെയ്ത് വരും. എനർജി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെസ്സിനെയാണ്. ഗ്രോത്ത് ഹോർമോൺസ് നമ്മുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കുകയാണ്, റീപ്ലേസ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ സെൽസ് ഒക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ഈ റീപ്ലേസ്മെന്റ് നടക്കൂല. ചിലപ്പോൾ നമ്മുടെ മുഖത്തെ തൊലിയൊക്കെ പോയിട്ട്, നമുക്കറിയാം നമ്മുടെ തൊലിയൊക്കെ പലപ്പോഴും പോകാറുണ്ട്. ഇങ്ങനെ കുളിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെറിയ അളവ്, നമ്മൾ കാണാൻ പറ്റാത്ത അളവിലാണ് പോകുന്നത്, അങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ അളവ് കുറയും. ഗ്രോത്ത് ഹോർമോൺസ് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യുൽപാദന സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്ഷുവൽ സിസ്റ്റംസിനെയൊക്കെ നമ്മൾ
സ്റ്റോപ്പ് ചെയ്യും. കാരണം അതൊന്നും ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ നാള് സ്ട്രെസ് അനുഭവിച്ചു വരുന്ന ഒരാൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് രോഗപ്രതിരോധ ശക്തി അവർക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്, കുറഞ്ഞു വരും. ഗ്രോത്ത് ഹോർമോൺസ് നമ്മൾ പറയാറില്ലേ, ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ മുടിയൊക്കെ പെട്ടെന്ന് അരിച്ചു പോകും, മുഖത്ത് ചുളികൾ വീണ് 50-55 വയസ്സാകുമ്പോൾ തന്നെ ഇവരുടെ മുഖത്ത് ചുളികൾ വരുന്നു. അപ്പൊ ഇതെന്താണ്? സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫ് അവർ ജീവിച്ചു വരുമ്പോൾ അവർക്ക് ഇവരുടെ ശരീരത്തിൽ സംഭവിച്ച ചില മാറ്റങ്ങൾ, ചില ഹോർമോൺസുകളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു വരുമ്പോഴാണ് ഈ മാറ്റങ്ങൾ ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും, ഗ്രോത്ത് സിസ്റ്റത്തെ ബാധിക്കും, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എന്ന് പറഞ്ഞാൽ ഇവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യാതാകുമ്പോൾ ഇവർക്ക് ഇമ്പോർട്ടൻസി അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റ് സെക്ഷൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നം. ഈ സ്ഥിരമായിട്ട് സ്ട്രെസ്ഡ് ലൈഫ് വരുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടും സ്വാഭാവികമായിട്ടും. കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു സാധനമാണ്. സോഡിയം, പൊട്ടാസ്യം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പലപ്പോഴും നമുക്ക് പറയില്ലേ പൊട്ടാസ്യം കുറഞ്ഞു പോയി. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു വാക്കാണ് ഇപ്പോഴത്തെ കാലം. സോഡിയം കൂടിപ്പോയി, പൊട്ടാസ്യം കുറഞ്ഞു പോയി, അത് കൂടിപ്പോയി, ഇത് കുറഞ്ഞു പോയി എന്നൊക്കെ. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ നൂറ്റാണ്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിതചര്യ രോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, നമ്മളിവിടുന്ന് വണ്ടിയായിട്ടൊന്ന് സിറ്റിയിലേക്ക് പോകുമ്പോൾ തന്നെ ഈ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ടാവും. റോഡിലേക്ക് പോകുമ്പോഴത്തേനും റോട്ടിൽ നിന്ന് എതിരെ വണ്ടി വരുന്നത് നമുക്ക് സ്ട്രെസ്ഡ് ആണ്. നമ്മൾ മിക്കവാറും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണ്, പൊല്യൂഷൻ, മറ്റത് മറിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ലൈഫിലുണ്ട്. ഇതെല്ലാം നമ്മളെ നെഗറ്റീവായിട്ട് നമ്മുടെ ശരീരത്തേക്ക് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏത് രീതിയിലാണ്? നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും. അപ്പോൾ നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. പണ്ടുള്ളായിരുന്ന ആളുകളുടെ അത്രയും ഇമ്മ്യൂണിറ്റി പവർ നമുക്കില്ല. കാരണം ഈ സ്ട്രെസ്ഡ് സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കോർട്ടിസോൾ കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു. കോർട്ടിസോളും അഡ്രിനാലിനൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോഴും പലരെയും ശ്രദ്ധിച്ചാൽ അറിയാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ശരീരത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത രീതി. ടൈപ്പ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസ്, അങ്ങനെ രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉണ്ട് പക്ഷെ അത് ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ആ രണ്ട് ഡയബറ്റീസ്. ടൈപ്പ് 1 ടൈപ്പ് 2 വ്യത്യാസങ്ങൾ അതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ സ്ഥിരമായിട്ട് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നമ്മൾ സ്ട്രെസ്ഡ് ലൈഫ് വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക്സ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിലേക്ക് പറഞ്ഞാൽ അസ്ഥി പൊടിഞ്ഞു പോകുന്നൊരവസ്ഥ. നമ്മളുടെ ഈ ബോഡിയുടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലുകളുടെ ഡെൻസിറ്റി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ, അതിന് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധിക്കും. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ആവശ്യമുണ്ടോന്ന് വെച്ചാൽ ബോഡി സന്തുലിതാവസ്ഥയ്ക്ക് നമ്മുടെ ഈ പറഞ്ഞ സാധനം ആവശ്യമാണ്. 1 സെക്കൻഡോ 2 സെക്കൻഡോ 3 സെക്കൻഡോ ഒക്കെ സ്ട്രെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ അഡ്രിനാലിനും നോർഡ്രിനാലിനും അങ്ങനെയുള്ള കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് പ്രൊലോങ് ചെയ്യുമ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ഈ സ്ട്രെസ്ഡ് ലൈഫ് ജീവിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇന്ന് സ്ട്രെസ്, നാളെ സ്ട്രെസ്, മറ്റന്നാൾ സ്ട്രെസ്, എല്ലാ ദിവസവും സ്ട്രെസ്, അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകാനായിട്ട് സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ കൂടാം, ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉണ്ടാകാം, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ ഈ അസ്ഥിയുടെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് അത് പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. വെയിറ്റ് ഗെയിൻ, നമ്മുടെ ശരീരം ഇപ്പോൾ പലരും സ്ട്രെസ്ഡ് ആയിട്ടുള്ള പലർക്കും ഒന്നും കഴിക്കില്ല, പക്ഷെ മെറ്റബോളിസം കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നേരത്തെ രണ്ട് കണ്ടീഷനാണ്, ഒന്നല്ലേ മെറ്റബോളിസം കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫാറ്റ് യൂസ് ചെയ്യുന്നത്. ചിലരുടെ ശരീരത്തിൽ മെറ്റബോളിസം കൂട്ടുന്നു, ഫാറ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ മെറ്റബോളിസം കൂട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യപ്പെടും, ഇൻടേക്ക് കൂടും, ഭക്ഷണത്തിന്റെ ഇൻടേക്ക് കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. ടയർഡ്നെസ്, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് പേടിച്ച് പനി വന്നത്.
പേടിച്ചു പോയി, പനി വന്നെന്ന്. പലർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പേടിച്ചു കഴിഞ്ഞാൽ പനി വരും. പേടിച്ചു കഴിയുമ്പോൾ എന്താ, സ്ട്രെസ്ഡ് ആവും. സ്ട്രെസ്ഡ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അവിടെ തകരാറിലാവും. ഇമ്മ്യൂണിറ്റി സിസ്റ്റം തകരാറിലായി കഴിഞ്ഞാൽ എന്താ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ സാധിക്കും. അതാണ് ഈ പനി വരുന്നതിന്റെ കാരണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം നമുക്ക് വരാം, പേടിച്ചു കഴിഞ്ഞാൽ വരും എന്നുള്ള ഒരു ആൾക്കാർ പറയാറുണ്ട്. പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ചിക്കൻ പോക്സ്. ഈ ചിക്കൻ പോക്സ് വന്നു കഴിയുമ്പോൾ പണ്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, പേടിച്ച വരും, പേടിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളത്. ഈ പേടിച്ച വരും എന്ന് പറഞ്ഞതിന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. പേടിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവൻ സ്ട്രെസ്ഡ് ആവും. സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ഇവന്റെ ശരീരത്തിലേക്ക് ഇവന്റെ ഇമ്മ്യൂൺ സിസ്റ്റം നിന്ന് പോകും. എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കൊടുക്കേണ്ട എനർജി ഇവൻ എന്ത് ചെയ്യും? ഈ സ്ട്രെസ്സിലേക്ക് ഇവന്റെ പേടി മാറ്റാനായിട്ട് കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യും? ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും രോഗാണുക്കൾ ഈസി ആയിട്ട് ഇവന്റെ ശരീരത്തിൽ കിടക്കും. അതാണ് ഈ പേടിച്ച വരും എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ പറഞ്ഞതിന്റെ മനഃശാസ്ത്രം. അതിന്റെ ശാസ്ത്രം അതാണ്. ടയർഡ്നെസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നമ്മൾക്ക് എനർജി വേണമല്ലോ. എനർജി വേണമെങ്കിൽ എന്ത് സംഭവിക്കണം? ടയർഡ്നെസ് നമുക്കുണ്ടാവും. ഈ പനി വരുമ്പോൾ ടയർഡ്നെസ് ഉണ്ടാകുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. കാരണം ഈ പനി വരുമ്പോഴത്തേന് നമ്മൾക്ക് കൂടുതൽ എനർജി വേണ്ടി വരും. ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എനർജി അതിലേക്ക് പോകും. അപ്പൊ നമുക്ക് ടയർഡ്നെസ് ഉണ്ടാവും. പിന്നെ സ്ട്രെസ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മെമ്മറിയെ ഇന്റർഫെയർ ചെയ്തില്ല. നമ്മുടെ ഓർമ്മശക്തി കുറെ നാള് സ്ഥിരമായിട്ട് നമുക്ക് സ്ട്രെസ്ഡ് ഉള്ള ലൈഫിൽ നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കും. മെന്റൽ ക്ലൗഡ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു മന്ദത നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഒന്നിനും മനസ്സിന് ഒരു വല്ലാത്തൊരു അവസ്ഥ. ബ്രെയിൻ ഫോഗ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസിൽ സേവ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ പലപ്പോഴും ഒന്ന് തിരിച്ചെടുത്ത്, അങ്ങനെയാണ് ഒരു മെമ്മറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ന്യൂറോൺ നെറ്റ്വർക്കിൽ പല കാര്യങ്ങളും ഇൻഫർമേഷൻ വെച്ചിട്ടാണ്, അതെടുത്തിട്ടാണ് നമ്മൾ പിന്നീട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കറക്റ്റ് ടൈമിൽ നമുക്കത് റിട്രീവ് ചെയ്യാൻ, തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അതിനെ ബ്രെയിൻ ഫോഗ് എന്നൊക്കെ പറഞ്ഞ ഒരു മന്ദത അവസ്ഥയിലേക്ക് മാറും. ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഫാറ്റിക്, നമുക്ക് എപ്പോഴും ഒരു ഫാറ്റിക് അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ ഒരു അണീസിനെസ് ഉണ്ടാകുക. നേരത്തെ നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം ചിന്തിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, പെട്ടെന്ന് ആക്ഷനിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, നമുക്കൊരു സൊല്യൂഷൻ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുന്നു. ഇൻഫെക്ഷൻസ് ഉണ്ടാകും. സാധാരണ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മൾക്ക് വർക്ക് ചെയ്യാതെ വന്ന് ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ജീവിത ചര്യയിൽ പെടുന്ന കാര്യങ്ങളാണ്. സ്ട്രെസ്ഡ് ലൈഫ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന കാലം. സ്ട്രെസ് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞത് ഉണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതാണ് നമ്മളിതിൽ പറയേണ്ടത്. പല റിലാക്സേഷൻ ടെക്നിക്സ് നമ്മൾ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് സമയപരിധി മൂലം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അത് ചെയ്യുന്നതായിരിക്കും. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 9 മണി ആകാറായി. നമ്മൾ ഈ ഒരു സെഷൻ തീരുന്നതിന് മുമ്പ് നമ്മുടെ സ്ട്രെസ്സിനെ പറ്റി നമ്മൾ ഏകദേശം എന്താണ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഒന്നുകൂടി അത് റീക്യാപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ പെട്ടെന്നൊരു കാര്യം കണ്ട് പേടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്ട്രെസ് ഉണ്ടാക്കുന്ന, മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു പ്രിക്കോഷണറി മെഷറാണ് ഈ പറഞ്ഞ നമ്മളുടെ ബോഡി സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരവസ്ഥ. എന്ന് പറഞ്ഞാൽ അത് ഹോമിയോസ്റ്റാസിസ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഹൈപ്പോതലാമസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സന്തുലിതാവസ്ഥയിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ത്രട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ ത്രട്ട് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഡിസ്ട്രസ് ആണ്. നമ്മൾ ഏതെങ്കിലും മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോയിരുന്നു. കാരണം നമ്മുടെ ശരീരത്തിനെ കൺട്രോളിൽ വെച്ച് നമ്മളുടെ അത്
സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ടാണ് ഈ പറഞ്ഞ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷെ ഈ ഹോർമോൺസ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് മാറും. നേരത്തെ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും, ഗ്രോത്ത് ഹോർമോൺസിനെ ബാധിക്കും, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കും. അതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു പനി വരാം, അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ മുടി നരയ്ക്കും, നമ്മുടെ കണ്ണുകളുടെ അടിയിൽ പാടുകൾ വരും, നമ്മൾ പ്രായമാകും, പെട്ടെന്ന് പ്രായമാകും. ഇപ്പോൾ 40 വയസ്സുള്ള ഒരാൾ സ്ഥിരമായിട്ട് 10 വർഷത്തേക്ക് സ്ട്രെസ് കാണും, 30 വയസ്സിലേക്ക് സ്ട്രെസ് തുടങ്ങി, 10 വർഷത്തേക്ക് സ്ട്രെസ് ലൈഫാണെങ്കിൽ അയാളെ കണ്ടു കഴിഞ്ഞാൽ 60 വയസ്സിന് മേലുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നും. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ ഹോർമോൺസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് മാറും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റിക്സ് നമുക്കുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴത്തെ ജീവിതചര്യ വെച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ഈ ഡയബറ്റിക്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ ഈ സ്ട്രെസ്ഡ് ലൈഫ് ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെയൊക്കെ വരുന്നത്. ഒരു പരിധിവരെ നമ്മളുടെ ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാദറിനോ മദറിനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ വരാം. പക്ഷെ എന്നാലും സ്ട്രെസ് ലൈഫ് നമ്മൾ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓസ്റ്റിയോപൊറോസിസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അസ്ഥിക്ക് ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞ് അത് പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക്, വെയിറ്റ് ഗെയിൻ വരാം, ടയർഡ്നെസ് ഉണ്ടാകാം, ബ്രെയിൻ ഫംഗ്ഷനെ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും, ബ്രെയിൻ ഫോഗ് ഉണ്ടാകാം, ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഈ സ്ട്രെസ് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായി, സ്ട്രെസ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി. ഈ സ്ട്രെസ് എങ്ങനെ നമുക്കൊന്ന് ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിപ്പോൾ ഒരു ബേസിക് ക്ലാസ് ആണ് നമ്മൾ കൊടുത്തത്. നമ്മൾ സ്ട്രെസ്സിനെ പറ്റിയിട്ട് ഒരു 1 മന്ത് വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു 1 മന്ത് വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വർക്ക്ഷോപ്പിൽ നമ്മൾ ഈ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം, റിലാക്സേഷൻ ടെക്നിക്കുകൾ എന്തൊക്കെയാണ് അത് നമ്മളതിൽ ചെയ്യാൻ പ്രിക്കോഷണറി മെഷേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സ്ട്രെസ് ലൈഫ് എങ്ങനെ ഒഴിവാക്കാം. ഇനി ഇത് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1 മന്ത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ റിലാക്സേഷൻ ടെക്നിക്ക് എങ്ങനെ നമ്മൾ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലൊരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 1 മന്ത് വർക്ക്ഷോപ്പിലൂടെ നമുക്ക് എങ്ങനെ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യണം, എങ്ങനെ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം, നമ്മുടെ ലൈഫ് എങ്ങനെ നല്ല രീതിയിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് എങ്ങനെ ലീഡ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മളതിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ഇനിഷ്യേറ്റീവിനെ പറ്റി പറയാതെ പറ്റില്ല. കാരണം ഈ ഒരു എന്തിനാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ചെയ്തു കഴിഞ്ഞു. എല്ലാ സാറ്റർഡേയും എന്താണ് നമ്മുടെ ഉദ്ദേശം, എന്തിനാണ് ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് കൂടുതൽ ഇതിനെ പറ്റിയുള്ള ലൈഫ് സ്കിൽസിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുക, ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ പല സബ്ജക്റ്റുകളും നമ്മൾ ഇത് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കവർ ചെയ്ത സബ്ജക്റ്റ് ഇന്റർവ്യൂ ടെക്നിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ എങ്ങനെ നമുക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഇനി വരുന്ന സമയങ്ങളിൽ നമ്മൾ പല ഇതിനെപ്പറ്റിയും ഡിസ്കസ് ചെയ്യുന്നതിനൊപ്പം പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളായിട്ടുള്ള കോൺഫിഡൻസ് ബിൽഡിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ടൈം മാനേജ്മെന്റ്, അങ്ങനെ ഒരു 10-30 വിഷയങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളും അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെയൊക്കെ വർക്ക്ഷോപ്സുകൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അവയർനെസ് ഉണ്ടാക്കുക, ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ഈ സാറ്റർഡേയ്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു ഇനിഷ്യേറ്റീവ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇതൊരു ഫ്രീ ക്ലാസ് ആണ്, ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ. ഇത് എന്നും തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് സൂം പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ സാറ്റർഡേയും 8 മുതൽ 9:30 വരെ നമുക്ക് ഈ ക്ലാസ്സുകൾ ഉണ്ടാവും. നമുക്ക് പോവാം. നമുക്ക് എന്താണിനി ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചു, സ്ട്രെസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു, സ്ട്രെസ് കൊണ്ടുള്ള കുഴപ്പങ്ങൾ പഠിച്ചു. ഇതൊക്കെ ഒന്ന് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ.
അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്? നമ്മൾ അതിലേക്കാണ് പോകുന്നത്. നമുക്ക് സ്ട്രെസ്ഡ് ലൈഫ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുകൂടാതെ ഇപ്പോൾ ഒരു ക്ലിനിക്കൽ വേയിലാണെങ്കിൽ നമ്മൾ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട് ഹിപ്നോതെറാപ്പി ഒക്കെ കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സൊക്കെ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. സെൽഫ് ഹിപ്നോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില മാർഗങ്ങളുണ്ട്. അതുകൂടാതെ ആരുടെങ്കിലും ഹെൽപ്പോട് കൂടി, ഏതെങ്കിലും ഒരു പ്രാക്ടീസിനുള്ള ഹെൽപ്പോട് കൂടി നമുക്ക് ഈ പറഞ്ഞ സ്ട്രെസ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് സെൽഫായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ ഈ സ്ട്രെസ്ഡ് സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉറക്കം, നമ്മുടെ സ്ലീപ്പ് സർക്കിൾ പലപ്പോഴും കറക്റ്റ് ആവില്ല. ഈ സ്ലീപ്പ് സർക്കിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് പിള്ളേരോട് പറയാറുള്ള ഒരു കാര്യമാണ് പരീക്ഷയുടെ തലേദിവസം കിടന്ന് ഉറങ്ങണമെന്ന്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഇൻഫർമേഷൻ വരുന്നത് നമ്മുടെ ന്യൂറോൺ നെറ്റ്വർക്കിലാണ് വന്ന് സ്റ്റോർ ചെയ്ത് ഇരിക്കുന്നത്. ഈ ന്യൂറോൺ നെറ്റ്വർക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് 86 ബില്യൺ ന്യൂറോൺ നെറ്റ്വർക്ക്സിലാണുള്ളത്. സോറി, ന്യൂറോൺസ് ആണ്. ന്യൂറോൺ നെറ്റ്വർക്ക് ഒന്നേ ഉള്ളൂ, പക്ഷെ അതിൽ 86 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 8600 കോടി. അതിന് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അപ്പോൾ 86 ബില്യൺ എന്ന് പറയുമ്പോൾ 8600 കോടി ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസിലാണ് നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ന്യൂറോൺസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഇന്ന് കാണുന്ന കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഓരോ ന്യൂറോൺസിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഈ വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ഇത് അടുക്കിപ്പെറുക്കി വെക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളൊരു സാധനം കൊണ്ട് അലമാരിയുടെ അകത്ത് വെച്ചു, അത് വാരിക്കൂരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എന്തിരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അടുക്കിപ്പെറുക്കി വെക്കണം. അത് ഓരോന്നായിട്ട് ഓർഗനൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ബുക്കുകൾ എവിടെ വെക്കുക, തുണി എവിടെ വെക്കുക, പൈസ എവിടെ വെക്കുക, അല്ലെങ്കിൽ പൈസയുടെ ഇടയിൽ തുണി കിടന്നാൽ എവിടെ പൈസ നമ്മൾ എവിടെ നിന്ന് എടുക്കും, ഷർട്ടിന്റെ അടിയിലാണ് പൈസ ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു സ്ഥലം കണ്ടു വെക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല് അടുക്കളയിലാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ കിച്ചണിലാണെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകും. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, എങ്കിലും മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ പഞ്ചസാര ഉപ്പും കൂടി ഒരുമിച്ചിട്ടാണ്. അപ്പൊ അതുപോലെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഇൻഫർമേഷൻ, നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ എടുക്കാവുന്ന രീതിയിൽ തിരിച്ചെടുക്കണം. ഇത് ഇൻഫർമേഷൻ അവിടെ പോയാൽ മാത്രം പോരാ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ അതാണ് നമ്മുടെ മെമ്മറി പോകുന്നത്. നമ്മുടെ മെമ്മറിയിലേക്ക് സാധനം വരണം. ഈ സാധനം വരുന്ന രീതിയിൽ നമ്മളത് അടുക്കിപ്പെറുക്കി വെക്കും. ഈ അടുക്കിപ്പെറുക്കി വെക്കുന്ന പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പൊ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചു, രാത്രിയും പഠിച്ചു, ഉറക്കമില്ല. ഉറങ്ങുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു. നമ്മുടെ ഉറക്കം 4 മണിക്കൂറിൽ കുറവായി, 6 മണിക്കൂറിലും കുറവായി. ശരിക്കും 6 മുതൽ 8 മണിക്കൂറാണ് നമ്മൾ ഉറങ്ങേണ്ട സമയം. ഈ 8 മണിക്കൂറിലും കുറവായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെമ്മറി കൺസോൾട്ടേഷൻ നടക്കില്ല. കൺസോൾട്ടേഷൻ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് എടുക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ എടുക്കാൻ പറ്റില്ല. അവിടെ ആ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു പട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ലൈഫിലേക്ക് വന്നു, ഒരു ത്രെട്ട് വന്നു. ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലമാണ്. നമ്മുടെ മെമ്മറി കറക്റ്റായിട്ട് വെച്ചിരിക്കുകയാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം മെമ്മറിയിൽ, അതെങ്ങനെ ഉറങ്ങിയ സമയത്ത് അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ത്രെട്ട് അത്രത്തോളം നമ്മളെ ബാധിക്കില്ല. അതാണ് പറയുന്നത്, നമുക്ക് ഇനഫ് ആയിട്ടുള്ള സ്ലീപ്പ് വേണം. പരീക്ഷയുടെ കാര്യം നമ്മൾ നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഈ പരീക്ഷയുടെ സമയത്തും നമ്മൾക്ക് നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ് വെച്ചിരിക്കുന്നത്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസ്, ഈ ന്യൂറോൺ നെറ്റ്വർക്കിലാണ് നമ്മൾ ബ്രെയിനിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അടുക്കിപ്പെറുക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ സാധനം നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾക്ക് നല്ല ഉറക്കം വേണം, നമ്മുടെ മെമ്മറി കൺസോൾട്ടേഷൻ നടക്കണം. അത് ഉറങ്ങുന്ന സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ഉറക്കം നിന്ന് പഠിക്കണം എന്നുള്ളത് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. ക്വാളിറ്റി ഓഫ് സ്ലീപ്പും വളരെ നന്നായിരിക്കണം. ഇടയ്ക്ക് ശബ്ദമുള്ള സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ലേ. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മെമ്മറി കൺസോൾട്ടേഷൻ അവിടെ നടക്കില്ല. നമ്മുടെ മൂഡിനെ ബാധിക്കും, പിറ്റേ ദിവസത്തെ മൂഡിനെ ബാധിക്കും. കാരണം നമ്മൾ ആകെ ടയർഡായിരിക്കും, മെന്റൽ അലർട്ട്നെസ് ഉണ്ടാവില്ല.
എനർജി ലെവൽ കുറഞ്ഞു പോകും, ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ പോകും. അപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ് നമുക്ക് കൂടുതൽ ബാധിക്കത്തില്ല. ലേൺ റിലാക്സേഷൻ ടെക്നിക്സ്. റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ. നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ഏകാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കുന്ന രീതി, അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു റിലാക്സേഷൻ ടെക്നിക്കാണ്. നമ്മൾക്ക് നമ്മുടെ ശരീരഭാഗങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ മസിൽ റിലാക്സേഷൻ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ കാലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, കാലിലെ മസിൽ ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. അങ്ങനെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ സ്ട്രെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന രീതി. ഗൈഡഡ് ഇമാജിൻ പറഞ്ഞാൽ അതൊരു മറ്റൊരു രീതിയാണ്. ഞാൻ നമ്മളുടെ ഒരാൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഒരാളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന മറ്റൊരു രീതി. ഡീപ് ബ്രീത്തിങ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ശ്വാസം കൂടുതലെടുത്ത് എക്സസൈസ് ചെയ്യുക, നമ്മളുടെ ഇടയ്ക്ക് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളുണ്ട്. ഡീപ് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോളിലേക്ക് എത്തും. യോഗ ചെയ്യാം. സ്ട്രെസ് ബൂസ്റ്റേഴ്സ് പറഞ്ഞാൽ റിലാക്സേഷൻ ടെക്നിക്കിൽ നമ്മൾക്ക് ചില പവർഫുൾ യോഗ ടെക്നിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് ബൂസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്ന ചില രീതികളുണ്ട്. അപ്പം അത് ചില ടെക്നിക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, പിന്നീട് നമുക്ക് പഠിക്കേണ്ട നമ്മുടെ അഡ്വാൻസ് കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. സ്ട്രെങ്തൻ യുവർ സോഷ്യൽ നെറ്റ്വർക്ക് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടാതെ നമ്മളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടുള്ള സംസാരങ്ങൾ കൊണ്ടുവരിക. അതവരെ നെഗറ്റീവ്സ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ അവോയ്ഡ് തന്നെ ചെയ്യണം. അപ്പൊ നമ്മുടെ ലൈഫിൽ നെഗറ്റീവ്സ് കൊണ്ടുവരുന്ന കൂട്ടുകാരുമുണ്ട്, പോസിറ്റീവ്സ് കൊണ്ടുവരുന്ന കൂട്ടുകാരുമുണ്ട്. ഇപ്പൊ നെഗറ്റീവ്സ് മാത്രം കൊണ്ടുവരുന്ന കൂട്ടുകാരാണെങ്കിൽ അത് നമുക്ക് സ്ട്രെസ്ഫുൾ ലൈഫ് നമ്മൾ കൊണ്ടുവരും, കൂടുതലാവുള്ളൂ. അപ്പൊ അതെന്താ സംഭവിക്കുന്നത്? അപ്പൊ അവര് നെഗറ്റീവ്സ് മാത്രം പറയുന്നു, നമുക്ക് സ്ട്രെസ് മാത്രം തരുന്ന കൂട്ടുകാരുണ്ട്, സ്ട്രെസ് മാത്രം തരുന്ന നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ പോസിറ്റീവ് തരുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അത് ഡയറക്റ്റ് ഉണ്ടാക്കാം, അതുകൂടാതെ നമുക്ക് ടെക്നോളജിയുടെ ഇപ്പൊ നമുക്ക് സാധാരണ ഫോണിലൂടെ പോലും നമുക്ക് നെറ്റ്വർക്ക്സുകൾ ഉണ്ടാക്കാം. അതായത് നമ്മുടെ അടുത്ത ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെയായിട്ട് നമ്മൾ സംസാരിക്കുക, പല ഓർഗനൈസേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. സപ്പോർട്ടിങ് ഗ്രൂപ്പുകൾ, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് വേണമെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ടൈം മാനേജ്മെന്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഉദാഹരണത്തിന്, രാവിലെ PSC എക്സാമിനേഷൻ എഴുതാൻ പോവാണ്, 10 മണിക്കാണ് എക്സാമിനേഷൻ. എറണാകുളത്ത് എത്തേണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് സപ്പോസ് ഒരു 20 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് വിചാരിക്കുക. എറണാകുളം സിറ്റിയിലാണ് പരീക്ഷ എഴുതാൻ. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 10 മണിയുടെ പരീക്ഷയ്ക്ക് 9:30 ആണെങ്കിലും നമ്മുടെ പോക്ക് എങ്ങനെയായിരിക്കും? ബൈക്കിനാണ് പോകുന്നത്. നമ്മൾ ഈ അരമണിക്കൂറും സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോ ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് 9 മണിക്കോ അല്ലെങ്കിൽ 8:30 ഇറങ്ങി കഴിഞ്ഞാൽ ആ സ്ട്രെസ് ആ അരമണിക്കൂർ സ്ട്രെസ് നമുക്ക് ഉണ്ടാവില്ല. ഈ അരമണിക്കൂർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയൊക്കെ ബാധിക്കും. ചില സമയത്ത് കോർട്ടിസോൾ ഉണ്ടാവും, ചില സമയത്ത് അഡ്രിനാലിൻ ഉണ്ടാവും. എതിരെ വന്ന വേണ്ടി നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ലൈഫിലായിട്ടാണ് പോകുന്നത്. പരീക്ഷയുടെ സ്ട്രെസ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നു. ഇത്രയും സ്ട്രെസ്ഡ് സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടൈം കറക്റ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ഇപ്പോൾ വർക്കുകൾ, ഇപ്പൊ നമ്മൾ ഈ ടൈം മാനേജ്മെന്റിന്റെ ഒരു ലെസൺ ഉണ്ട്, നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട്, ഫ്രീ ക്ലാസ്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അർജന്റും ഇമ്പോർട്ടൻറ്റും. ചില കാര്യങ്ങൾ അർജന്റ് ആയിരിക്കും, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യണം. അതാണ് ഈ ടൈം മാനേജ്മെന്റിൽ പെടുന്ന കാര്യം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ
അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും വരാറുണ്ട്. സംഭവിക്കില്ല, അല്ലെങ്കിൽ അത് പോവില്ല. ഇതിനൊക്കെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അതല്ല, അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം നമ്മുടെ മനസ്സിൽ വരുവാണ്, ഇത് സംഭവിക്കില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പോലെ അത് പ്രശ്നം ഉണ്ടാകാൻ പോകണമെന്ന്. അത് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോവല്ല, അതൊക്കെ പ്രശ്നം തീരാൻ പോവാണ്. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തു. അതൊന്നും സംഭവിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല, എന്താ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഡ് ആവും, ആ നെഗറ്റീവ് തന്നെ സംഭവിക്കും. അപ്പൊ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ്നെസ് മാത്രമേ ഉണ്ടാവൂ. നമ്മൾ എന്താണോ നേടേണ്ടത് അതിലേക്ക് എത്തും. നെഗോഷിയേഷൻ സ്കിൽസ് പലപ്പോഴും നമ്മൾ ഫാമിലി, പ്രത്യേകിച്ച് ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സൊസൈറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ സൊസൈറ്റിയിലുള്ള പല സ്ട്രെസ് നമുക്ക് ബാധിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവരായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുമായിട്ടുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ പോകുന്ന വഴി ആരെങ്കിലുമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ഒരു വിരോധമുള്ളപ്പോൾ അവരെ കാണുമ്പോഴുള്ള സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ പലപ്പോഴും തോന്നും. കാരണം ആ കവർ ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വഴക്കുള്ള ഒരാൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് 5 മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും. അത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സാധനം. അപ്പൊ ഇതൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ഈ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ടുള്ള ആ പ്രശ്നം മാറ്റാം. അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റിയിടണം. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം. ഒന്നല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു കോംപ്രമൈസ് ചെയ്യുകയോ, അല്ലെങ്കിൽ നെഗോഷിയേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അനാവശ്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഇടപെടാതിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ഒന്നും ബാധിക്കില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നർച്ചർ യുവർ സെൽഫ്. നമ്മളെ തന്നെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല. ലവ് യുവർ സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മളതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നമുക്കുള്ള പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി, ഇതൊന്നും പ്രശ്നങ്ങളൊന്നും അല്ല, ഇതൊക്കെ നോർമൽ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ സംഭവിക്കുന്നതാണ് ലൈഫിൽ, ഇതൊക്കെ നമുക്ക് നേരെയാക്കി എടുക്കാവുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ നർച്ചർ ചെയ്യുക. നമ്മളെ തന്നെ നർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശരിക്കത് നമ്മളെ തന്നെ പരിപാലിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നർച്ചർ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, പരിപോഷിപ്പിക്കുക, പരിപാലിക്കുക എന്നൊക്കെ പറഞ്ഞ അർത്ഥമുണ്ട്. പിന്നെ ടേക്ക് എ വാക്ക് ഓർ നാപ്പ്. നടക്കാൻ പോവുക, ഇടയ്ക്ക് ചെറിയൊരു നടപ്പ്. നാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറക്കം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഉറക്കമല്ല, 5 മിനിറ്റ് ഉറക്കം. ഈ 5 മിനിറ്റ് ഉറക്കം ഭയങ്കര എനർജി തരുന്ന സാധനം. ഇത് നാപ്പ് എന്നാണ് പറയുന്നത്. പാട്ട് കേൾക്കുക, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്ഡ് സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് വെറുതെ പുറത്തേക്ക് വരാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആസ്ക് ഫോർ ഹെൽപ്പ്. എക്സ്പെർട്ടിന്റെ ഹെൽപ്പ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് ചോദിക്കുക, എനിക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായി. ചിലപ്പോൾ നമ്മളുടെ സ്പൗസ് ആയിരിക്കാം, നമ്മളുടെ പങ്കാളിയായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, നൈബർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാക്ടീഷണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം, നിങ്ങളുടെ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടന്റ് ഏതെങ്കിലും സൈക്കോളജിക്കൽ കൺസൾട്ടന്റ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവരോട് ഉപദേശങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ട്രെസ് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്. ഇപ്പൊ ചില ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന പല സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാറ്റ് കൂടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീനെ ബാധിക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാകും. ഹെൽത്തി ഫുഡ് കഴിക്കുക, ഹെൽത്തി വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ശരീരത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഹൈറ്റ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. സ്മോക്കിംഗ് ശരിക്കും നമ്മളെ ഒരു സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. ആൽക്കഹോളും ഈ സ്മോക്കിംഗ് ഒക്കെ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഒരു പരിധി, സ്മോക്കിംഗ് എന്ത് ചെയ്താലും അത് കൂടുതൽ പ്രശ്നമുള്ള സാധനമാണ്. സ്മോക്കിംഗ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെയൊക്കെ നമ്മൾ ബാധിക്കുന്ന, ഈ പറഞ്ഞ ശ്വാസകോശത്തെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നീട് ഇപ്പോൾ ക്യാൻസർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ക്യാൻസർ വന്നാൽ പോലും, എന്തെങ്കിലും ഒരു നമുക്ക് അസുഖം വന്നാൽ പോലും നമ്മൾ സ്ട്രെസ്ഡ് ആവും. സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക, ഗ്രെയിൻസ് പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക, ലീൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രോട്ടീൻസ് അല്ല, ഈ പ്രോട്ടീൻ്റെ അംശം കുറഞ്ഞ സാധനങ്ങൾ കഴിക്കുക. ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫാറ്റ് കഴിക്കുക. ഇപ്പോൾ റെഡ് മീറ്റ് കഴിക്കുന്നത് നല്ലതല്ല, അപ്പോൾ അല്ലാത്ത അത് കഴിക്കുക. പിന്നെ ഹിപ്നോതെറാപ്പി, നേരത്തെ പറഞ്ഞ പോലെ ഹിപ്നോ തെറാപ്പി ചെയ്യാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ
മൈൻഡിനെ നമുക്ക് മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. മൈൻഡ് സെറ്റാണ് എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഈ മൈൻഡ് സെറ്റിനെയൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രെസ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞിരുന്നു. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാം. നമ്മൾ നടന്നാലും നമ്മൾ ഫുഡ് കഴിച്ചാലും നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ വാച്ച് ചെയ്യാറില്ല. അത് നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ഏത് അറ്റ്മോസ്ഫിയറിലാണ് ഇരിക്കുന്ന അറ്റ്മോസ്ഫിയറും വാച്ച് ചെയ്യും, അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ പൂർണ്ണമായിട്ട് പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ജീവിക്കുക. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലുള്ള മെഡിറ്റേഷനാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ട്രെസ്സിനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ മാറ്റാം. ഇതൊക്കെ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് പറയുന്നതാണ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സെഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളിനി സമയമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആണ്. 9:30 10 മണി വരെയോ ഒക്കെ എത്ര സമയം വേണമെങ്കിലും എടുക്കാം. എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് അൺമ്യൂട്ട് ആൻഡ് ടോക്ക് ടു മീ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ സെഷനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മുടെ ഇനി വരുന്ന ക്ലാസ്സുകൾ കൂടി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുന്ന സാധനങ്ങളായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ പറ്റി ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അതല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ലെറ്റ് us wind up this lesson. നമുക്ക് അടുത്ത ക്ലാസ് നമുക്കുള്ളത് ഇന്നിപ്പോൾ 24-ാം തീയതിയാണ്. 31-ാം തീയതി നമ്മളുടെ അടുത്ത സബ്ജക്റ്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ഈ 1 മണിക്കൂർ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നവർ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഇനിയും ഫ്രീ സെഷൻസ് ഉണ്ടാവുന്നതായിരിക്കും. അതല്ല ആരെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞാൽ ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്ലാസ്സുകളോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നമ്മൾ ആ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.